ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 35. ശ്രീഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ മഹത്തായ കൈകളോടൊത്തവനെ, മനസ്സ് നിഗ്രഹിക്കാൻ വിഷമകരം തന്നെയാണ്, സംശയമില്ല. എന്നാൽ അല്ലയോ കുന്തിപുത്ര, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ശിഷ്യൻ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഗുരുജനങ്ങളുടെ ഒരു ശൈലിയാണ്. അത് ഗുരുനാഥൻ്റെ ഒരു ഉപദേശ രീതിയുടെ ഭാഗമാണത്. അതെന്തിനാന്ന് ചോദിച്ചാൽ, അതിലൂടെ ഞാൻ പറഞ്ഞത് എൻ്റെ ഗുരുനാഥൻ അംഗീകരിച്ചല്ലോ എന്നുള്ള തോന്നലുണ്ടാവുമ്പോൾ ശിഷ്യൻ്റെ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ അത് കാരണമാക്കും. അങ്ങനെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പോരായ്മകളെ മുഴുവൻ ബോധിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒന്ന് നല്ല ശ്രദ്ധയോടുകൂടി അത് കേൾക്കും. അതാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പറയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് മനസ്സിനെ നിഗ്രഹിക്കാൻ വളരെ പ്രയാസകരം തന്നെയാണ് എങ്കിലും അത് സാധിക്കും ഹേ അർജുന. സാധിക്കാത്തതായിട്ടൊന്നുമില്ല, വളരെ പരിശ്രമിക്കണം എന്ന് മാത്രം. എത്രയ്ക്ക് പ്രയാസം ഒന്നിനുണ്ടോ അത്രയ്ക്ക് അതിന് പ്രയത്നവും ചെയ്യേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ എത്ര പ്രയാസമുള്ള കാര്യവും നേടിയെടുക്കാനുള്ള ഒരു ധീരത മനസ്സിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ വലിയ കാര്യങ്ങളെ നേടിയെടുക്കാൻ സാധിക്കൂ. അല്ലാതെ എല്ലാവർക്കും കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് മഹത്തായ കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും സാധിക്കാത്ത, എന്നാൽ വളരെ പ്രയാസപ്പെട്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യത്തെ എനിക്ക് നേടാൻ കഴിയുമെന്നുള്ള ആ ഒരു മനോധൈര്യം ഉണ്ടല്ലോ, അതിവിടെ ആവശ്യമാണ്. അങ്ങനെ മാത്രമേ ഈ മനോനിയന്ത്രണം സാധിക്കുകയുള്ളൂ. എന്നെക്കൊണ്ടത് സാധിക്കും എന്നുള്ള ഉറപ്പ്. അങ്ങനെ അതിൻ്റെ ഉപായങ്ങളായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് അഭ്യാസവും മറ്റൊന്ന് വൈരാഗ്യവും. അഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ചിത്തത്തെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മൂക്കിൻ തുമ്പത്തൊക്കെ മുമ്പ് നമ്മൾ പഠിച്ചു ധാരണ ചെയ്യാൻ വേണ്ടി, അങ്ങനെ പലതിലേക്ക് ചാഞ്ചാടുന്ന മനസ്സിനെ ഒന്നിലേക്കാക്കുക, ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് നിബന്ധിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് മാലയൊക്കെ ഉപയോഗിക്കാറുണ്ട്. മാല ഉപയോഗിക്കുന്നത് മാലയുടെ മണികളെ എണ്ണി തീർക്കാനല്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പലതിലേക്ക് കുരുക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു മാല ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് അങ്ങനെ മാലയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്നിലേക്കും ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് പലതിലേക്ക് പോകും. അപ്പോൾ ഒന്നിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ മാലയുടെ ഒക്കെ സഹായത്താൽ ഒരു മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാമത്തിൻ്റെ സഹായത്തോടുകൂടി ഓം നമഃ ശിവായ എന്നൊക്കെ, അല്ലെങ്കിൽ ഗുരുനാഥനിൽ നിന്നും മന്ത്രം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മന്ത്രം ഉരുവിട്ട് ഓരോ മണികൾ എണ്ണി 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 അങ്ങനെയൊക്കെ പലതിലേക്ക് കുരുക്കപ്പെടുന്ന മനസ്സിനെ ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നാലും ചിലപ്പോഴൊക്കെ പോവും. അപ്പോഴൊക്കെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് താൻ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് മുഴുകുക. അത് തന്നെയാണ് അഭ്യാസം. കാരണം പല വഴിക്ക് പരക്കം പാഞ്ഞ ശീലമാണ് നമ്മുടെ മനസ്സിനുള്ളത്. അതിനെ നിയന്ത്രിക്കാനായി എന്തെങ്കിലും ഒരു ആശ്രയത്തെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ അന്ധകരണത്തെ നിയമിക്കണം. അതാണ് അതിനുള്ള വഴി. ഇതാണ് അഭ്യാസം. ഇത് അഭ്യാസം എന്ന് പറയാൻ പറ്റില്ല. അഭ്യാസത്തിന്റെ ആദ്യ ഘട്ടം ഇതാണ്.
അങ്ങനെ അഭ്യാസത്തിൻ്റെ രണ്ടാം ഘട്ടം മറ്റൊന്നും ചിന്തിക്കാൻ അന്ധകരണത്തിന് ഇടം കൊടുക്കാതെ ധ്യേയത്തിൽ തന്നെ ഉറച്ച ചിത്തവൃത്തികളെ നിരന്തരം രൂപപ്പെടുത്തുക. അത് സ്വാഭാവികമായിട്ട് സാധിക്കും. ഈ അഭ്യാസം കൊണ്ട് അതിൻ്റെ അടുത്ത പടിയായിട്ട് രണ്ടാമത്തെ ഘട്ടമായിട്ട് ആ ധ്യേയ വസ്തുവിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെ അന്ധകരണം എപ്പോഴെങ്കിലും പതറി മറ്റു വിഷയങ്ങളിലേക്ക് ഓടുന്നുണ്ടെങ്കിൽ അപ്പോഴപ്പോൾ അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കണം. ഇതിന് ഉറച്ച ലക്ഷ്യബോധം വേണം. ലക്ഷ്യബോധം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പരമമായ ശാന്തിക്ക്, സമാധാനത്തിന് ഒക്കെ കാരണമാണെന്നുള്ള ഉറപ്പ് വേണം, ആ നിഷ്ഠ വേണം. ഇങ്ങനെ ഉപായത്തെ സ്വീകരിക്കുകയും ചെയ്താൽ അത് അഭ്യാസമായി. മറ്റൊന്ന് വൈരാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വൈരാഗ്യം എന്ന് പറയുമ്പോൾ രാഗം ഒഴിഞ്ഞ അവസ്ഥയാണ് വൈരാഗ്യം. രാഗം എന്ന് പറഞ്ഞാൽ സുഖപ്രാപ്തിക്കായിക്കൊണ്ട് വിഷയങ്ങളോടുള്ള ഒട്ടിച്ചേരലാണ്, അനുശയനമാണ്. അപ്പം നമ്മൾ മുമ്പ് അനുഭവിച്ച വിഷയങ്ങളാവാം, ഇനി മനസ്സിൽ വെച്ച് താലോലിക്കുന്ന അത് കിട്ടിയ തരക്കളില്ലല്ലോ എന്നുള്ള അങ്ങനെയുള്ള വിഷയങ്ങളാവാം. ഇതിലൊക്കെ ദോഷ ദൃഷ്ടി കൈവരിക. അതിലെല്ലാം ഗുണമൊന്നുമല്ല, അതിൽ ദോഷവശവും ഉണ്ട്. ദോഷവശം എന്ന് പറഞ്ഞാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് അതിലുള്ളത്. കാരണം എല്ലാ വിഷയങ്ങളും ദുഃഖത്തോടു കൂടിയതാണ്. മറ്റൊന്ന്, ആ വിഷയത്തിൽ ഭ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സംസ്കാരമായി തീർന്നാൽ പിന്നെ അതിൽ നിന്ന് മോചനം വളരെ പ്രയാസകരമാണ്. അത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. ഇത് വലിയൊരു ദോഷമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഏതൊരു വിഷയങ്ങളിലേക്കാണോ നമ്മുടെ മനസ്സ് ഓടുന്നത് അതിൻ്റെ ആ മിഥ്യാത്വത്തെ, അതിൻ്റെ ദുഃഖവശത്തെ, അതിൻ്റെ ദോഷവശത്തെ നിരന്തരമായി വിചാരം ചെയ്യുക. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, നിരന്തരമായി വിചാരം ചെയ്യുക. ഇഷ്ടവിഷയങ്ങൾ അതിൽ കാമം ഉണ്ടാകും. ഇങ്ങനെ വിഷയങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അല്പം വിചാരം ചെയ്യുന്നു എന്ന് വന്നാൽ അതിൻ്റെ നിസ്സാരതയും അതിൻ്റെ നൈമിഷികതയും ദുഷിച്ച ഭാവമൊക്കെ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഇങ്ങനെ അനിത്യങ്ങളും ദുഃഖപ്രദങ്ങളുമാണെന്ന് അവയെ തിരിച്ചറിഞ്ഞ്, അതിന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് 9-ാം അധ്യായത്തിൽ, അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്ത് നശ്വരങ്ങളായ ഒരു വിഷയങ്ങളിൽ നിന്നും നിത്യമായ സുഖം പ്രതീക്ഷിക്കേണ്ട. ഈ വാക്യത്തെ നമുക്ക് പ്രമാണമായി എടുത്തുകൊണ്ട്, കാരണം ശാസ്ത്രം ഒരിക്കലും നമ്മോട് അസത്യം പറയില്ല. പക്ഷെ ആദ്യഘട്ടത്തിൽ അത് നമുക്ക് സത്യമാണെന്ന് തോന്നില്ലെന്ന് മാത്രം. പക്ഷെ ഇതിനെ ഒരു പ്രമാണമായിട്ടെടുത്ത്, ഋഷിമാരുടെ വാക്യത്തെ നമുക്ക് പ്രമാണമായിട്ടെടുത്താൽ ലോകം അനിത്യവും അസുഖവുമാണ്, ഇതിൽ സുഖത്തിൻ്റെ ഗന്ധം പോലും ഇല്ലെന്ന് ഭഗവാൻ പറഞ്ഞതിനെ നമ്മൾ മുഖവിലയ്ക്കെടുത്താൽ ഈ അഭ്യാസം കൊണ്ട്, അവയിലുള്ള അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമ്മളിലുള്ള തൃഷ്ണ, ആഗ്രഹം ഇല്ലാത്ത ഭാവം വരും. അതാണ് വൈരാഗ്യം. വൈരാഗ്യം വാസ്തവത്തിൽ ചെയ്യേണ്ടതല്ല. പക്ഷെ വൈരാഗ്യ ഹേതുവായ വിചാരത്തെ ചെയ്യണം. വൈരാഗ്യത്തിന് കാരണമായ വിചാരത്തെ ചെയ്യണം. അല്ലാതെ വൈരാഗ്യം ചെയ്യാന്ന് പറയാൻ സാധ്യമല്ല. വൈരാഗ്യത്തിന് കാരണമായ വിചാരത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതേത് വിഷയങ്ങൾ നമ്മെ ആകർഷിക്കുന്നുവോ അവയുടെ ദോഷഭാവത്തെക്കുറിച്ച് നിരന്തരം വിചാരം ചെയ്യൽ തന്നെയാണ് അത്. അങ്ങനെ അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് മനസ്സ് നിസ്സംശയം നിയമിതമാകും എന്നുറപ്പ് തരികയാണ്. അഭ്യാസ വൈരാഗ്യാഭ്യാം
തന്നിരോധ. യോഗസൂത്രം പറയും, അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് അത് നിരോധിക്കപ്പെടുന്നു. ഇത് പതഞ്ജലി മഹർഷിയുടെ വാക്യമാണ്. ഇങ്ങനെ വേണം ഈ ആത്യന്തികമായ ദുഃഖനിവൃത്തി സ്വരൂപമാകുന്ന ധ്യാനയോഗത്താൽ മാത്രം പ്രാപ്യമായിരിക്കുന്ന പരമമായ തലത്തെ, ശാന്തിയുടെ തലത്തെ പ്രാപിക്കാൻ എന്ന് പറയുകയാണ്. വൈരാഗ്യം വന്നിട്ട് സാധന തുടങ്ങിയാൽ പോരെ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. അതോ അഭ്യാസം ആദ്യം തുടങ്ങണമെന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. വൈരാഗ്യം വരാൻ കാത്തിരുന്നിട്ട് കാലം കളയുന്നതിനെക്കാട്ടിലും നല്ലത് അഭ്യാസേന കൗന്ദേയ എന്നത് തന്നെയാണ് ആദ്യം. അഭ്യാസം വഴിയാണ് അത് മുന്നോട്ട് പോകേണ്ടത്. അഭ്യാസം നിരന്തരം ചെയ്യുക, നിരന്തരം ജപധ്യാനങ്ങളുടെ മേഖലയിൽ ഉറപ്പിക്കുക. അല്ലാതെ വൈരാഗ്യത്തിന് കാത്തിരുന്നാൽ അത് കൃഷി ഇറക്കാത്തവൻ കൊയ്ത്ത് പ്രതീക്ഷിക്കും പോലെ എന്നൊക്കെ ഉദാഹരിക്കാറുണ്ട്. അങ്ങനെ മനമില്ലാ മനസ്സോടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറലായിരിക്കും ആദ്യം തന്നെ വൈരാഗ്യത്തിലേക്ക് പോയാൽ. അതുകൊണ്ട് കാര്യമില്ല. അത് മനോവീര്യത്തെ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുക, നമ്മളെ വ്യക്തിത്വത്തെ മുരടിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അഭ്യാസം കൊണ്ട് ദൃഢത വന്ന വൈരാഗ്യമാണ് നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് കാരണമായി തീരുന്നത്. അല്ലാതെ ബാഹ്യമായിട്ട് വിഷയവസ്തുക്കളെ ഉപേക്ഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ആ ഒരു വിഷയവും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇതാ നമ്മളോട് പറയുന്നത്. വിഷയാഭിനിവേശം വിട്ടുപൊഴിയുമ്പോൾ മാത്രമേ വൈരാഗ്യം ജനിക്കൂ. ഉള്ളിൽ നിന്ന് തന്നെ പോകണം, പുറത്ത് ഒഴിവാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പം അഭ്യാസം നിരന്തരം ചെയ്യുക, വിഷയാഭിനിവേശം ഉള്ളിൽ നിന്ന് കുറഞ്ഞു വരും. അങ്ങനെയാണ് ഈ വിഷയവസ്തുക്കളെക്കുറിച്ച്, ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ ശരിയായി പഠിക്കുമ്പോൾ, ജീവിതത്തിലെ മഹത്തായ സാധ്യതകളെക്കുറിച്ച്, നേടേണ്ട ലക്ഷ്യത്തെക്കുറിച്ചും ബോധിക്കാൻ ഇടയാവുമ്പോൾ ബുദ്ധി വികസിക്കും, വിവേകം വർദ്ധിക്കും, വീക്ഷണം വിശാലമാകും. അപ്പോൾ വിഷയങ്ങളുടെ നേരെയുള്ള ആസക്തി സ്വയം വിട്ടൊഴിഞ്ഞു മാറും. ഇങ്ങനെ അഭ്യാസം, വൈരാഗ്യം ദൃഢമാകുമ്പോൾ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിന് അധീനമാവുന്നു. പ്രശാന്തമായ, നേരത്തെ ചോദിച്ച ആ സാമ്യാവസ്ഥയിൽ സർവത്തിലും കുടികൊള്ളുന്ന ഭഗവത് ഭാവത്തെ, തന്നിലുള്ള അത് തന്നെയാണ് എല്ലാറ്റിലും എന്നറിയുമ്പോൾ ഒന്നിനോടും പ്രത്യേകിച്ച് കാമമോ ക്രോധമോ ഒന്നും വരാൻ പോണ, എല്ലാം ഭഗവത് സ്വരൂപങ്ങളായി മാറുന്നു. അതിലുള്ളത് തന്നെയാണ് ഇതിലുള്ളത്, ഇതിലുള്ളത് തന്നെയാണ് അതിലുള്ളത്, ഒരു ഭേദവുമില്ല എന്നുള്ള ആ സാമ്യാവസ്ഥയിൽ ആമഗ്നമായ, അന്യവിഷയങ്ങളിൽ അലഞ്ഞു തിരിയാത്ത ആ മനസ്സംയമനം കൂടിയേ തീരൂ പരമമായ ലക്ഷ്യപ്രാപ്തിക്ക് എന്ന് പറയുകയാണ് ഈ ശ്ലോകം കൊണ്ട് ചെയ്യുന്നത്.